കുഞ്ഞാപ്പൂ ഞാൻ എന്നെ അവിടെ പോയി നോക്കി അവിടെ കാണാനില്ല. തിരിഞ്ഞടിക്കണ എന്താ ഇവിടെ തിരിഞ്ഞടിക്കല്ലടാ, ഇമ്മാനെ കാണാനില്ലടാ. അങ്ങോട്ട് പോകാനും പറ്റൂല, ഇങ്ങോട്ട് പോകാനും പറ്റൂല. എന്താണ് സംഭവം? എന്താ അങ്ങോട്ട് പോയാലേ ഇമ്മ അരി കാക്ക കൊത്തുവച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, അരി ഉണക്കാനേ. അന്നെ നോക്കാൻ ഏൽപ്പിച്ച. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അരി അവിടെ കാക്കൊക്കെ തിന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റൂലോ, ഇങ്ങോട്ട് പോകാനും പറ്റൂല. അമ്പടങ്ങറായിക്കണു മോനെ. കറണ്ട് ബില്ല് വന്ന് കൂടിക്കണ്. എന്തിന് കറണ്ട് ബില്ലേ? ഞങ്ങള് അമ്മായിന്റെ അടുക്ക് പോയി. അപ്പൊ അമ്മായിന്റെ അടുക്ക് പോയപ്പോ എന്താണ് അമ്മായിന്റെ മാള് ഇവിടെ ഇല്ല, എന്താണ് മൈമുനാത്താനോട് പറഞ്ഞു, മൈമു കുഞ്ഞാപ്പൂനും താത്താക്കും ആ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്ക്. നമ്മുടെ ഫ്രിഡ്ജിലാന്ന് അവർക്ക് അറിയാം. എന്നിട്ട് താത്ത കൂളർ വാട്ടർ ഒക്കെ കുടിച്ചോളിട്ടാ അമ്മായി. ഞങ്ങൾക്ക് എന്ത് കൂളർ വാട്ടർ? അങ്ങനെ കുടിച്ചപ്പോ അമ്മാന്റെ മനസ്സിൽ ഇന്നല്, കാരണം ഞങ്ങൾക്ക് ഫ്രിഡ്ജില്ലാത്ത കാരണല്ലേ ഒരു കാട്ടി കൂട്ടണ്. അങ്ങനെ ഞങ്ങൾ മൂത്തുമാടെ പോയപ്പോ മൂത്തുമാടൊന്നും ഫ്രിഡ്ജിലെ വെള്ളം തന്നത്. ഞങ്ങൾ കുടുംബത്തേക്ക് ഒക്കെ ഫ്രിഡ്ജിലെ വെള്ളം. എന്റെ തൊഴിലുറപ്പ് നിൽക്കുന്ന എന്താണ് ഇവരില്ലേ, എന്താണ് വെക്കാത്ത ഓരോടും ഫ്രിഡ്ജ് ഉണ്ട്. അപ്പൊ ഉമ്മ അറിയാം എല്ലാവരും ഫ്രിഡ്ജ് ഉണ്ട്, ഞമ്മക്ക് മാത്രം ഫ്രിഡ്ജില്ല, എന്താ ചെയ്യാ കുഞ്ഞാപ്പോ? അങ്ങനെ അമ്മായി അറിഞ്ഞു ഞങ്ങളെ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണേ, ഇത്താത്ത ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഉണ്ട് ഒരു പഴയ ഫ്രിഡ്ജ്, നിങ്ങളെ കൊണ്ടുപോയിക്കോളേ പറഞ്ഞു. അപ്പൊ ഇമ്മ എന്റെ മുഖത്തൊക്കെ ഒരു നോട്ടോ. എനിക്ക് ആദ്യം എന്താന്ന് മനസ്സിലായില്ലട്ടാ വാവാ. അപ്പൊ ഇമ്മ എന്നോട് വരികയാളോ, പഠിച്ചോനെ ഹേമനാളാവാനായിക്കുന്നു. ഹേമനാള് മനസ്സിലായില്ല എനിക്ക്. സന്തോഷത്തിൽ പറഞ്ഞാണോ? അതല്ല, അമ്മായി ഒന്നും തരൂലല്ലോ, ഫ്രിഡ്ജ് തന്നല്ലോ കുഞ്ഞാപ്പോ. ലോകം അവസാനിക്കാൻ ഹേമനാളെന്ന് പറഞ്ഞ എന്തോ ഹേമനാളാവാനായിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഉമ്മ എന്താ? ഉമ്മ പറഞ്ഞു ലോകം അവസാനിക്കാണ്. ലോകം അവസാനിക്ക അതൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ എന്താ കാരണം? അതിന് ഒന്നും തരില്ലല്ലോ. അപ്പൊ ഉമ്മ ഇങ്ങനെ അത്ഭുതോ, എന്നാലും ഓൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലേ പഠിച്ചോനെ. ഓള് ഞാൻ ഉമ്മ ഇടക്ക് അമ്മായിനടിക്കും കുറ്റം പറയേ. അപ്പൊ ഉമ്മ അറിയാം അമ്മായിന്റെ ഞാൻ കുറ്റം പറഞ്ഞതൊക്കെ ഒത്തു കൊടുക്കണ്ട റബ്ബേന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനൊക്കെ കഴിഞ്ഞ മോനെ. ഉമ്മ വല്ല പൊങ്ങച്ചക്കാരത്തിയാണ് ഇപ്പൊ എന്റെ ഉമ്മ. ആരെങ്കിലും പറഞ്ഞാല് ഇന്നലെ മീൻ കിട്ടി, അത് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നടന്ന് പറഞ്ഞു. അങ്ങനൊക്കെ ആവൂ. എന്നോട് പറയാനേ ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാ കറണ്ട് ബില്ല് 1000-2000 റുപ്യ വന്നിക്കുന്നു. കേക്ക് 100-200 വരുന്നോടത്ത് ഞങ്ങക്ക് 2000 കറണ്ട് ബില്ല് വന്നിക്കണു. ഇമ്മ അത് കേട്ട് ഉമ്മ ബോധം കേട്ട് കറണ്ട് ബില്ല് അടക്കാനും ഇല്ല. ഇമ്മ അപ്പൊ മനസ്സിലായി ഇമ്മ കള്ളെത്തി നമ്മളെ പറ്റിച്ചതാണ്. നോക്കുമ്പോ എന്നോടൊക്കെ ജാനേച്ചി അവിടെ ചെന്നത്ര. അപ്പൊ ജാനേച്ചി അതേപോലെ ഫ്രിഡ്ജ് ഒന്നുമില്ല. അപ്പൊ അമ്മ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ജാനേച്ചിയെ, അത് നിങ്ങൾ കൊണ്ടുപോകണ്ട, കറണ്ട് ബില്ല് കൂടുള്ളൂ, അത് പഴയതായിട്ട് ഞങ്ങള് ആർക്കും കൊടുക്കണില്ല. അപ്പൊ ഞങ്ങളെ പറ്റിച്ചു നോക്ക്. വല്ലാത്തൊരു കള്ളത്തി തന്നെയല്ലേ. ഇനി കൊണ്ടുകൊടുക്കാൻ പറ്റൂല. ഞാൻ പറയും നിങ്ങള് ഒരു കാര്യം ചെയ്യാ, ഇനി കൊടുക്കൊന്നും വേണ്ട, നമ്മക്ക് എന്തെങ്കിലും പഞ്ചാരും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കെടുത്ത് മൂടിയൊക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോനെ കണ്ടിയിൽ ഇപ്പൊ നാളെ മറ്റന്നാൾ നടക്കണോ? കണ്ടിയിൽ എത്ര ആയി? എത്ര ഇമ്മ മോനെ അതിന് വേണ്ടി കായ്ക്ക് വേണ്ടി നടക്കുകയാണ്. കായ് കിട്ടിയിട്ടില്ലടോ. ഇപ്പൊ ചോദിക്കണവരൊന്നും മക്ക കൊടുക്കണില്ല. ഫ്രിഡ്ജിന്റെ പൊങ്ങച്ചൻ പൊങ്ങച്ച കാണാനില്ല. ഇമ്മ ചെറുക്കൊക്കെ 500-100 കൊടുക്കാണ്ടേ, അത് കൊടുക്കാതെ തരില്ലല്ലോ. അപ്പൊ ഇനി ഇമ്മ മുത്തുമാർക്ക് പോയിട്ടുണ്ട്, കൊറേ രാവിലെ പോയതാണ് പൈസ വേണ്ടിട്ടാ. പിന്നെ പൈസ ഇല്ലാതെ കറണ്ട് കട്ട് കൊണ്ടുപോകില്ലേ, കറണ്ട് കട്ട് കൊണ്ടുപോയി ഞങ്ങൾക്ക് രാത്രി കുടുങ്ങൂലേ. ഫ്രിഡ്ജിത്തെ വെള്ളം കുടിക്കാനും പറ്റില്ലല്ലോ. ഫ്രിഡ്ജിത്തെ വെള്ളം കുടിച്ചെങ്കിലും മാറി കെങ്കിലുണ്ട് വെള്ളം മുക്കി കുടിക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മ പോയതമ്മയെ കാണാനും. മറ്റുള്ളവര് വന്നിട്ട് ഇനിയിപ്പോ ചോദിക്കുമ്പോ എന്താ പറയാ? ആര് വന്നിട്ട് ആരെങ്കിലും വന്ന് ഞങ്ങൾ പറയണ്ടല്ലോ ഫ്രിഡ്ജ് വാങ്ങിക്കണമെന്നുള്ളത്. അതിനിപ്പോ ആരോട് ചോദിക്കാം? ഞങ്ങളെ കാര്യല്ലേ പോയിട്ട് ആൾക്കാർ ചോദിച്ചോട്ടെ. ഞാൻ ഉമ്മാനെ കാണാനില്ല, എന്നോട് ഇറങ്ങി അരിയാണെങ്കിൽ കാക്ക തിന്നാവോ? ഇമ്മപ്പോ പോയിട്ട് ഇമ്മ രാവിലെ പോയിക്കണ്. ഇമ്മ എനിക്ക് തോന്നുന്നു ഇനി ചോറൊക്കെ കൊടുത്തുണ്ടാവും, രാത്രി കൂടെ വെച്ചിട്ടില്ല, ഉച്ചക്കുള്ളതേ ഉള്ളു, അതുകൂടി കൊണ്ടുവരാൻ കാത്തിക്കുള്ളൂ അല്ലേ. അനക്കുള്ളതും ചിലപ്പോ കിട്ടുകാരോ. കൊറേ നേരമായിക്കണപ്പോ ഇവിടെ നിക്കലോടുത്തിട്ടല്ലേ. എന്റെ കാക്ക അരി കൊത്തോ അത് കഴിയാനായിക്കണ് കൊത്തി കൊത്തിട്ട്.
ഇമ്മയാണ് ആ വരുന്നത്. ആ അമ്മ തന്നെ തോന്നുന്നുണ്ട്. ആ ഇമ്മല്ല അല്ലേ? ഇമ്മ നടത്തൊക്കെ കണ്ടറിയോ? അല്ല ഇന്ന് ഞാൻ പോട്ടടെ മാവാ. ഞാനേ കാക്കന്റെ അടുത്ത് പോയി നോക്കട്ടെ, അരി കൊത്തിക്കണമെന്ന് നോക്കട്ടെ. എന്നാ പോയി വെക്കും ഞാൻ പോ കേട്ടോ. നമ്മ പിന്നെ കാണാം. ഞാനും ഇങ്ങോട്ട് പോവാ കേട്ടോ.